എന്നെ ഇങ്ങോട്ട് പോരിന് വിളിച്ചു, വീടിന് മുന്നിൽ വന്ന് തെറി വിളിച്ചു. കാശുള്ളവന്റെ നിയമം വേറെ, സാധാരണക്കാരന്റെ നിയമം വേറെ. ഇങ്ങനെയാണ് ശബരീശന്റെ ആരോപണം. ടിനി ടോമിന്റെ മകനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ നിന്ന് ഇനിയും താൻ മുക്തനായിട്ടില്ലെന്നാണ് ശബരീശൻ പറയുന്നത്. ഇതിനിടെ ടിനി ടോമിനെതിരെ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും തെറ്റ് ചെയ്തവർ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ശബരീശൻ ആവശ്യപ്പെടുന്നു. അൻസിബയെ നേരെയാക്കി താരസംഘടനയെ നിലക്കി നിർത്താൻ ശ്രമിക്കുന്ന നടനാണ് ടിനി ടോം. ഈ ആരോപണത്തിൽ ഇനിയും ടിനി ടോം പ്രതികരിച്ചിട്ടില്ല. എന്തുകൊണ്ട് ടിനി ടോം സോഷ്യൽ മീഡിയയിൽ പോലും ഒരു കുറിപ്പിടുന്നില്ല? ഏതായാലും ഈ വിഷയം ഗൗരവത്തിൽ തന്നെ സർക്കാർ എടുക്കണം. ഞാനും മിമിക്രി താരം തമ്മിൽ എന്താണ് കോൺട്രവേഴ്സി, ഈ മകനായിട്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ഉള്ളത് പലരും ചോദിക്കുന്നുണ്ട്. പലരും അതിന് താഴെ കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ കാര്യം മനസ്സിലാവുന്നുണ്ട്, കുറച്ച് പേരൊക്കെ കമൻ്റ് ഇടുന്നുണ്ട്. സോ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും എല്ലാം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കതിലൊന്നും നമുക്ക് യാതൊരു കാര്യമില്ല. സോ സംഭവം ഇൻസിഡൻറ്റ് ഇതാണ്. വണ്ടി റേസ് ചെയ്യിച്ച് പോയി, സൗണ്ട് കുറച്ച് ഓടിക്കാൻ പറഞ്ഞു, നമ്മളെ തെറി വിളിച്ചു. അവൻ്റെ വണ്ടിയുടെ പ്രത്യേക മെക്കാനിസമാണ്, പ്രത്യേക മെക്കാനിസം ആയതുകൊണ്ട് നമുക്കിതൊന്നും അറിയില്ലല്ലോ. നമ്മൾ സൈക്കിൾ ഓട്ടിയാണല്ലോ പോണത്. നമ്മൾ ജീവിക്കുന്നതും മറ്റേ പട്ടിക്കാടും ഉഗാണ്ടയിലും ഒരു ഇതിലും വലിയ വണ്ടിയുണ്ട്. പിന്നെ എവിടെയാണ് പറയുക, ഇരുണ്ട ഭൂഖണ്ഡത്തിലൊക്കെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ തെറി പറഞ്ഞു. ഞാൻ ഈ പയ്യൻ്റെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. ഞാൻ ആ വോയിസ് റെക്കോർഡ് ചെയ്തിരുന്നു. ഈ അമ്മയായിട്ട് സംസാരിക്കുന്ന കോൺവെർസേഷൻ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. കാരണം അത് പ്രൂഫാണ്. നാളെ ഞാൻ ഈ ഇവരെ വിളിച്ചിട്ട് വല്ല മറ്റേത് വർത്താനവും പറഞ്ഞത് എൻ്റെ പേരിൽ കേസ് വരും. അതുകൊണ്ട് സേഫറായിട്ട് ഞാനത് ചെയ്തു വെച്ചു. രാത്രി 14th March 2025 രാത്രി ഈ പയ്യൻ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങി വാ, സംസാരിക്കാം, ഒരു 5 minutes മതി. ഞാൻ പറഞ്ഞു, മോനെ വർക്കിലാണ്, നീ ഒരു 7:30 മോർണിംഗ് ആകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വാ, നമുക്ക് സംസാരിക്കാം. വലിയ ഡയലോഗൊന്നും അടിക്കണ്ട, പേടിയാണെങ്കിൽ വീട്ടിലിരുന്നോ. എന്നാൽ ശരി. ചെന്നപ്പോൾ തന്നെ അവൻ്റെ മോറസ് ഗരാജ് എന്ന് പറഞ്ഞ വണ്ടിയാണ്, ഇലക്ട്രിക് വണ്ടിയാണ്. അതിൻ്റെ പുറകിൽ 2 പേര് ഇരിപ്പുണ്ടായി. അവൻ്റെ കൂടെ ഒരു പൊക്കം കുറഞ്ഞൊരു പയ്യനുണ്ട്. ഇവൻ ഇറങ്ങി വന്നു. ഭയങ്കര അറഗൻ്റാണ് ഇവൻ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സംഭവം പന്തികേടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാനപ്പോൾ പറഞ്ഞു, ഇത് ടിനി ടോമിൻ്റെ മകനാണ്, കഞ്ചാവ് അടിച്ചിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞു. ജപ എല്ലാം പറഞ്ഞു ഞാൻ. ദെൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു, വീഡിയോ ഒക്കെ എടുത്തു. അവൻ്റെ പ്രകടനമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നോർമലായിട്ടുള്ളൊരു, പിന്നെ ഇവൻ തന്നെ പറയുന്നു, ഞാനാണ് അമ്മയുടെ, ഞാൻ മറ്റതും മറിച്ചതും അമ്മയുടെ, എൻ്റെ പൊന്നോ എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്ത് എൻ്റെ അമ്മാവ താമസിക്കണേ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. സ്വന്തം അമ്മയെ കൂടെ കൂട്ടാത്ത ടീമുകളാണ്. അത് അവൻ്റെ കാര്യം, എൻ്റെ കാര്യമല്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ലെറ്റ് മീ കം ടു ദ പോയിൻറ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ ഒരു ബ്ലാക്ക് വോൾവോ കാർ, ഈ പൊക്കം കുറഞ്ഞ പയ്യൻ്റെയാണ് ബ്ലാക്ക് വോൾവോ കാർ. അവൻ ഇച്ചിരി ഫേമസ്, അവൻ്റെ പേര് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത് കഴിഞ്ഞു. ഞങ്ങളപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ടിനി ടോമിൻ്റെ മകനാണ്. ഇപ്പം ഉണ്ടോ അവിടെ? ഞാൻ പറഞ്ഞു ഈ ഭാഗത്തുണ്ട്, ഇനി വരുമ്പോൾ വന്നാൽ പോരെ. ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ജ്യോതി വാ, വൈഫാണ്, ജ്യോതി വാ, നമുക്ക് സ്റ്റേഷനിൽ പോയി റിട്ടേൺ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ പോയിരുന്നു, പേപ്പർ വാങ്ങിച്ചു, പരാതി കൊടുത്തു. ഞാൻ ചോദിച്ചു അക്നോളജ്മെൻറ്റ് തരുമെന്ന് പറഞ്ഞു. അല്ല, ഇപ്പോൾ ഇത്രയും രാത്രിയായില്ലേ, എത്ര രാത്രിയായാലും ഒരു പരാതിക്കാരൻ പരാതി തന്നാൽ അക്നോളജ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഒരു കന്നഡ വെച്ചിട്ട് ഒരാളായിരുന്നു, പുള്ളി പറഞ്ഞു നിങ്ങൾ പൊക്കോ, നിങ്ങൾ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. ശരി. ഞാൻ നെക്സ്റ്റ് ഡേ തൃശ്ശൂർ പോവുകയാണ്. ഒരു നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നു. ഭയങ്കര ഹറാസ്മെൻ്റ് ആയിരുന്നു. താനൊരു സിവിലിയനെതിരെ ഇങ്ങനെയൊക്കെയാണോടോ ചെയ്യണത്, അങ്ങനെയാണോടോ ഇങ്ങനെയാണോടോ? ഞാൻ പറഞ്ഞു താൻ ആരോടോ എന്ന് ചോദിച്ചു. ഞാൻ ആലുവ CI ആണ്. ഞാൻ പറഞ്ഞു ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ സബോർഡിനേഷനെ കൊണ്ട് വിളിപ്പിക്കലായി. അപ്പോൾ ഈ മറ്റേ അരഗൻസ് മാറ്റിയിട്ട് ഇത് മാറ്റി താഴ്മയിലോട്ട് എത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ശബരീഷ് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യ്, ആ പയ്യൻ്റെ ഭാവിയല്ലേ, നമുക്കത് നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഡയലോഗായിരുന്നു. ഞാൻ പറഞ്ഞു ശരി, ആലോചിക്കാം, നോക്കട്ടെ. ശബരീഷ് എപ്പോഴാണ് വരികയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. ഒരു 4 o'clock ഞങ്ങളവിടെ എത്തി. ഞങ്ങളവിടെ ഇരിക്കുകയാണ്. 5 മണിയായപ്പോൾ പുള്ളി എത്തി. 5 മണിയായപ്പോൾ സിനിമാ നടൻ എത്തി. പട്ടി ഷോ അകത്തേക്ക് കയറിപ്പോയി. CI ആയിട്ട് എന്തോ കോൺവെർസേഷനിലായിരിക്കാം. ദെൻ അത് കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഒരു സബോർഡിനേറ്റ്സ് വന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് വന്നേ, അകത്തേക്ക് വന്നേ, ബാ. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഇവനെ പോലീസിലെടുത്താ, എൽദോനെ സിനിമയിലെടുത്തെന്ന് പറഞ്ഞ പോലെ ഇവനെ പോലീസിലെടുത്താ. ഞാനവിടെ ഇരുന്നു. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ ചെല്ലാത്തപ്പോഴത്തേക്കും ഒരു സബോർഡിനേറ്റ് വന്നിട്ട് പറഞ്ഞു ശബരീഷ ഒന്നകത്തേക്ക് ചെന്നിരുന്നപ്പോൾ CI മഞ്ജുദാസോ എന്തോ ഒരു ദാസാണ്, മഞ്ജു എന്ന് ഫ്രണ്ട് നെയിമുണ്ട്. പുള്ളി ടിനിച്ചേട്ടൻ, അപ്പടി ഇപ്പിടി മറ്റേത് മറിച്ചത്. ശബരീഷ് കഞ്ചാവ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തു. അതുകൊണ്ട് ശബരീഷിൻ്റെ പേരിൽ കേസ്
ടിനിച്ചേട്ടന് കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു കൊടുത്തോ, പ്രശ്നമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ കയറി അസഭ്യം പറഞ്ഞു. എൻ്റെ വീട്ടിൽ അസഭ്യം പറഞ്ഞു. എന്താ അസഭ്യം പറഞ്ഞേ? ഞാൻ പറഞ്ഞു നിങ്ങൾ വീഡിയോ ഉണ്ടല്ലേ മൈരേന്നൊക്കെ അല്ലേ വിളിക്കണേ, അത് അസഭ്യമല്ലല്ലോ. അവരുടെ വീട്ടിൽ അതൊക്കെ സർവ്വസാധാരണ ആയിരിക്കാം, പക്ഷെ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അസഭ്യം തന്നെയാണ്. അത് ഞാനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവൻ ആരായാലും വ്യത്യാസമാണ്. എൻ്റെ വീട്ടിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല, അവരുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് അവർക്ക് അസഭ്യം ഉണ്ടാവാമായി അറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പിന്നെ കുറേ അപ്പോൾ പുള്ളി രാവിലെ മുതൽ ഇപ്പോൾ ഈ മഞ്ജുദാസോ എന്തെങ്കിലും ദാസാവട്ടെ, അപ്പോൾ ഈ പുള്ളി പറഞ്ഞത് രാവിലെ മുതൽ DYSP ലെവലിൽ നിന്ന് പ്രഷറുണ്ട്, ഒതുക്കി തീർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാരോട് പ്രഷറുണ്ട്, ഒതുക്കി തീർക്ക്, അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത്. ഒടുവിലൊരാൾ എന്നെ വിളിച്ചു. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. വിളി എടുത്ത് പറയണം, മോനെ നിനക്ക് പോകാനുള്ളതല്ലേ, നിൻ്റെ പുറകെ കിടക്കാനാണോ, നീ ഇട്ടാവട്ടത്ത് കിടന്ന് തായം കളിക്കാനാണോ ഈ കിടക്കുന്നത്, നിനക്ക് ഭാവി ഇതൊക്കെ നോക്കണ്ടേ, അതൊക്കെ അങ്ങനെയാണ്, ഇതൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരി അങ്കിളെ, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചപ്പോൾ അവിടെ ഒരു എഴുതാൻ നിൽക്കണവനുണ്ട് ഒരു ഡെസ്കിൽ. ആര് പരാതിയും കൊണ്ടുവന്നാലും ഇവനെ വാദി പ്രതിയാക്കും. ഇവന് താല്പര്യമില്ല, പക്ഷേ ടിനി ഇവൻ്റെ തോളത്ത് കൈയിട്ടിരിക്കുകയാണ്. നമ്മളേതാണ്ട് ദേവസ്യയുടെ മകൻ ഊമ്പസ്യ എന്ന് പറഞ്ഞ പോലെയാണ്. ശരി പരാതി ഇതാക്കി കൊടുത്തു. അപ്പം വീണ്ടും എന്ത് നമ്മളെപ്പറ്റി ശബരീഷ് അത് പറഞ്ഞുണ്ടാക്കിയത് ഒരു തെൻത്തി താമസിക്കുന്ന സുജിത്ത് ചീരോത്ത് എന്ന് പറഞ്ഞ ഒരുത്തനാണ്. അവനാണ് പറഞ്ഞുണ്ടാക്കിയത്. ശബരീഷ് പേടിച്ചിട്ട് കോംപ്രമൈസ് ആക്കിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഈ ഇൻസിഡൻറ്റ് രാത്രി നടക്കുമ്പോൾ ഈ സുജിത്ത് എന്ന് പറഞ്ഞവൻ 7-8 വട്ടം എന്നെ വിളിച്ചിട്ട് പുഴത്തീരത്ത് വാ, ടിനി ഉണ്ട്, കോംപ്രമൈസ് ആക്കാം. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ എൻ്റെ വീട്ടിൽ വരാൻ ടിനിക്ക് പറ്റില്ലേ? എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അത്ര തരം താഴ്ന്നവനല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒരു പത്രപ്രവർത്തകനായിരുന്നു. പുള്ളി കുറച്ച് ഡയറക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്, ദിലീപേണ്ണ വെച്ച് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറഞ്ഞു. അത് ഒരു നടൻ അറിഞ്ഞു. ആ നടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ശബരീഷ ഇതെങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്ക് കോംപ്രമൈസ് ആക്കണമെന്ന് പറഞ്ഞു. പാലാരിവട്ടത്തുള്ള ഒരു പ്രമുഖ ജിമ്മിൽ വിളിച്ചിട്ട് കോംപ്രമൈസ് ടോക്കിന് വിളിച്ചു എന്നെ, എൻ്റെ വൈഫിനൊരു ചെറിയ സർജറി ഉണ്ടായിരുന്നു അപ്പോളോ ഹോസ്പിറ്റലിൽ. ഞങ്ങളത് കഴിച്ച് ഭക്ഷണം പോലും കൊച്ചിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയും ഇതിൽ നമ്മൾ വന്നപ്പോൾ ഇവർക്ക് ഇതിനെപ്പറ്റിയൊന്നല്ല പറയേണ്ടത്. ഇവൻ്റെ കുടുംബം പറയുന്നത് ഇവർ വാടകക്കാരായിരുന്നു. വില്ല നമ്പർ 10 സുധാൻറ്റിയുടെ നിന്ന് ഇവൻ 25,000 രൂപ കടം ചോദിച്ചിട്ടുണ്ട്. ഇവൻ്റെ ഭാര്യ ഫിറ്റ്നസ് കോച്ച്, സുംബ ഇൻസ്ട്രക്ടർ, യോഗ ടീച്ചറൊക്കെയാണ്. ഞങ്ങളോടൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് പുറകെ കിടക്കായിരുന്നു. ഞങ്ങൾ വർഷങ്ങളായിട്ട് പുറത്താണ്. ഞങ്ങൾക്ക് അങ്ങനെ നടന്ന് ക്യാൻവാസ് ചെയ്യേണ്ട യാതൊരു ഗതികേടുമില്ല. നമ്മളൊക്കെ എന്താ പറയുക, അത് വിട്. അതായത് സ്വന്തം മകൻ ചെയ്ത പിറപ്പ് കേടിന് മറ്റുള്ളവരിൽ കുന്തം ചാരിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും നമുക്ക് മനസ്സിലായി ഇതാണ്. പക്ഷേ ഇപ്പം ഈ നടൻ്റെ പേരൊന്നും ഞാൻ പറയാത്തതെന്ന് പറഞ്ഞാൽ, പണ്ട് ഒരു സിനിമയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, സിനിമാക്കാരെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത്, എൻ്റെ ആശാൻ എന്നോട് പറഞ്ഞ ആശാന എന്നുള്ളൊരു ഡയലോഗുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും അത്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ കഞ്ചാവ് എന്നുള്ള പദം ഞാൻ യൂസ് ചെയ്തു, എൻ്റെ പേരിൽ കേസ് നോട്ട് ചെയ്തോ. അതിനുശേഷം ഞാൻ തിരിച്ച് കയറി വന്ന് ഒരു 2 months കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞടാ ശല്യമാണ്, ഒരു രക്ഷയില്ല, ഇങ്ങനെയാണ്. അമ്മ എന്ത് ചെയ്തു, ഇവൻ്റെ വണ്ടിക്ക് വട്ടം നിന്നിട്ട് പറഞ്ഞു സൗണ്ട് കുറച്ച് പൊക്കൂടെ, ഇവിടെ മനുഷ്യന് ജീവിക്കേണ്ടതെന്ന് വെച്ചപ്പോൾ ഇവൻ ഇറങ്ങി വന്നിട്ട് എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തി വിജിലൻസിനെ കൊണ്ട് പിടിപ്പിക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ഓഡിയോ ഞാനിപ്പോൾ അയപ്പിക്കുന്നുണ്ട്. അവൻ അങ്ങനെ എന്നോട് അങ്ങനെയല്ല പറഞ്ഞത്, നിന്നെ ഞാൻ കാണിച്ചു തരാം, നിൻ്റെ അമ്മ എൻ്റെ വണ്ടിക്ക് കല്ലെറിഞ്ഞെങ്കിൽ എന്നൊക്കെ. എനിക്ക് സുഹൃത്തെ നിൻ്റെ ഇതൊന്നും കാണാനൊന്നും എനിക്ക് താല്പര്യമില്ല, എനിക്ക് സമയവും ഇല്ല. പിന്നെ ഇവൻ ചെയ്തതിനല്ല, എൻ്റെ ഹിസ്റ്ററി ഇവനറിയണം. എൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ അറിയാവുന്നവരെ എൻ്റെ നാട്ടുകാർക്ക് അറിയാം, എൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ. അത് ഈ മിമിക്രിക്കാരും കടത്തിൻ്റെ കിടന്ന് നടക്കുന്നവരും ഒന്നും പറയേണ്ട കാര്യമില്ല. എൻ്റെ നാട്ടുകാർക്ക് ഞാൻ ആരാണെന്ന് കറക്റ്റായിട്ട് അറിയാം. ദെൻ അത് കഴിഞ്ഞു സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഈ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഫ്ലാറ്റിലുള്ള കുറച്ച് ഭാഗങ്ങൾ ടിനി ടോം എന്ന് പറയുന്ന ഒരു നടനെ ഹോൾഡ് ചെയ്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റിൻ്റെ ടോട്ടൽ ഏരിയയിൽ ഒരു 1 ഏക്കർ 60 സെൻറ്റ് കയ്യേറിയേക്കണാണ്. പുഴയുടെ തീരം മടച്ചു കെട്ടി കയ്യേറിയേക്കണാണ്. അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞ് റീസർവേ എടുത്തു കഴിഞ്ഞാൽ ടിനി ടോം അടക്കമുള്ളവരുടെ വീടിൻ്റെ മുറ്റം, ആ ലോൺ, പിന്നെ അവിടെ ഒരു കെട്ടിടമുണ്ട്, അതിന് ക്ലബ് ഹൗസ് എന്നാണ്, അവിടെയാണ് ഇവരുടെ പരിപാടികളെല്ലാം, അതെല്ലാം പോവും.
സോ ഇതിനു മുന്നേ ബഹുമാനപ്പെട്ട സഖാവ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ഒരു ഓർഡർ ഉണ്ടാക്കി ഇത് തിരിച്ച് വിട്ടുകൊടുക്കണമെന്ന് എന്നൊരു ഓർഡിനൻസ് ഇറക്കിയായിരുന്നു. പക്ഷേ ആ വില്ലയിൽ താമസിക്കുന്ന ഒരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ ഹോൾഡ് കാരണം അത് വാനിഷ്ഡ്. ഓക്കെ, അതങ്ങനെ. അപ്പോൾ ഇവർക്ക് ഇവനെ പോലുള്ളവരെ ഇങ്ങനെ ഇല്ലെങ്കിൽ സ്ഥലം പോയി കഴിഞ്ഞാൽ ആ ഏരിയയുടെ ആ കോളനിയുടെ ഭംഗി പോയി. ഭീമമായ തുകകളാണ് മെയിൻ്റനൻസ് ചാർജ് എന്നും പറഞ്ഞ് ഓരോ ടെനൻസിൻ്റെ നിന്നും വാങ്ങുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊരു കുടുംബം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എൻ്റെ ഓണറെ വിളിച്ചിട്ട്, എൻ്റെ ഫാമിലി ഫ്രണ്ട് തന്നെയാണ്, എൻ്റെ ഓണറെ വിളിച്ചിട്ട് അവർക്ക് അവിടെ കൊടുക്കരുത്, ഇരട്ടി വിലയ്ക്ക് ഞങ്ങൾ തരാം. ഇവൻ്റെ സ്ക്രൂയിങ് ആണ്. ആ ആളുകളെ വിട്ടിട്ട് ചോദിപ്പിക്കുക വീട് കൊടുക്കണ്ടോ അങ്ങനെയൊക്കെ. ഭയങ്കര കഷ്ടമാണ് എൻ്റെ സുഹൃത്തെ, ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ ഈ സ്റ്റേഷനിൽ വന്നപ്പോഴും ഈ ജിമ്മിൽ വന്നപ്പോഴും കോമറേജ് ജിമ്മിൽ വന്നപ്പോഴും ഇത് തന്നെയാണ്. ഞാൻ അമ്മയുടെ മീറ്റിങ്ങിലായിരുന്നു, ഞാനോ ഭയങ്കര പ്രശ്നങ്ങളാണിത്, ഭയങ്കര മമ്മൂക്കയുടെ മറ്റം. എൻ്റെ പൊന്നളിയാ, മമ്മൂക്ക പോലും ഈ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവനില്ലെങ്കിൽ അമ്മയില്ലെന്നുള്ളതാണ്. ഈ പുള്ളി ഇല്ലെങ്കിൽ അമ്മയില്ലെന്നുള്ളതാണ് ഈ പുള്ള ഇത്. അതിന് ശേഷം ഈ വർഷം മാർച്ചിൽ ഈ പയ്യനെ എവിടെ നിന്ന്, ഹിൽ പാലസിൻ്റെ അവിടെ നിന്ന് പിടിച്ചു. 3 ഗ്രാം കഞ്ചാവ്. ഇവൻ 3-ാം പ്രതിയാണ്. 3 ഗ്രാമൊന്നുമല്ല, അതെന്തോരം ഉണ്ടായിരുന്നു, അത് ആരാണ് കൊടുത്തത്, എവിടെ നിന്ന് വാങ്ങി, ഇത് ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അത് നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ സസ്പെൻസാണ്. അപ്പോൾ ഇത് പോലീസ് പിടിച്ചു. ഞാൻ ചോദിക്കട്ടെ, പോലീസ് പിടിച്ച് ഇന്ത്യക്ക് സാധനം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ലോ, അല്ലെങ്കിൽ ദണ്ഡിയാത്രയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം ഇരിക്കുമ്പോൾ പോലീസുകാരൊന്നും മാർച്ച് നടത്തിയതൊന്നുമല്ലോ പൊന്നുമോനെ, അല്ലേ? അപ്പോൾ ഇതാണ് ഒരു സിനിമയിലുള്ള ഒരു സിനിമാക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള ഒരു വ്യത്യാസം. എനിക്കറിയാം ഈ വീഡിയോ ഇപ്പോൾ ഇട്ട് കഴിയുമ്പോൾ, ഈ വീഡിയോ വൈറലായി കഴിയുമ്പോൾ എനിക്കെതിരെ എന്തെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുള്ളത് 100%. ഒരു മിനിമം ഭീഷണി എൻ്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടാവും എന്നുള്ളത്. ഭൂമി കയ്യേറി വച്ചേക്കാണ്. അവിടെ മോടി പിടിപ്പിക്കുക, ക്ലബ് ഹൗസിൻ്റെ ഉള്ളിൽ ഇവർ കൂട്ടുകൂടുക. അത്രയും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. വേറെ ആർക്കും, അതായത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറയുന്നത് പോലെ സൂര്യൻ അസ്തമിക്കാത്ത പെരിയാർ ഹെർമിറ്റേജിലെ ടിനി ടോമിൻ്റെ സാമ്രാജ്യം, ഇൻക്ലൂഡിങ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഇൻക്ലൂഡിങ് ഓൾ, കുറച്ച് പേര്, ഇൻക്ലൂഡിങ് ഓൾ എന്ന് പറഞ്ഞാൽ അവരെ തങ്ങി നിൽക്കുന്ന, അതായത് ഗ്രഹത്തെ ചുറ്റി നിൽക്കുന്ന കുറച്ച് പേര്. ഇവർ തന്നെയാണ് പിന്തുടർച്ചക്കാരാണ്. വേറെ ആരെയും അവിടെ വിഹരിക്കാൻ സമ്മതിക്കില്ല. കാരണം കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ സ്ഥലം പോവും. ഇന്ത്യയുടെ മാപ്പിൻ്റെ തല പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് തന്നെയാണ് അവസ്ഥ. അപ്പം വളരെ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി സങ്കടമുണ്ട്, ഒത്തിരി സങ്കടം. ഇതുവരെ ആ ഫ്ലാറ്റിലോ കോളനിയിലോ ഇങ്ങനൊരു പ്രശ്നങ്ങളുണ്ടായില്ല. ഇവൻ എന്നവിടെ വന്നോ അന്ന് മുതലാണ് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ എല്ലാവരും യൂണിറ്റി ആയിരുന്നു, എല്ലാവരും തമ്മിൽ യൂണിറ്റി ആയിരുന്നു. ഞാനൊരു 9ാം ക്ലാസ് തുടങ്ങിയ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരുന്ന, പിന്നെ വില്ലയിലോട്ട് മാറി, പിന്നെ കുറച്ചുകൂടി സൗകര്യമുള്ള വില്ലയിലേക്കായി. അത് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ, എൻ്റെ കസിനും കൂടിയാണ്, അങ്ങോട്ട് മാറി. അപ്പോൾ നമ്മൾ ഈ വിദേശത്ത് പോയിട്ടും ഇതിൻ്റെയൊക്കെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിലൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. പക്ഷെ അതിന് പോലും സമ്മതിക്കണില്ല. അപ്പോൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും ഞാൻ എന്തിന് ഈ വീഡിയോ ഇട്ടു, എന്തുകൊണ്ടാണെന്നുള്ളത്. കാരണം എന്നെ ഇങ്ങോട്ട് പോരിന് വിളിച്ച് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് മതിൽക്കെട്ടിൻ്റെ അവിടെ നിന്ന് അസഭ്യം പറഞ്ഞു. അവൻ പറഞ്ഞതാണ്, അവൻ പറഞ്ഞെന്തുന്നാ, ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ RPM താഴും, അപ്പോൾ സൗണ്ട് കൂടുന്നു. ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ RPM പൊങ്ങുന്നതാണ് ഞാൻ പഠിച്ചേക്കണത്. അവൻ്റെ യൂണിവേഴ്സിറ്റി എനിക്കറിയില്ല. പിന്നെ പ്രോട്ടീൻ പൗഡർ, കഞ്ചാവ്. ഞാൻ പ്രോട്ടീൻ പൗഡറും കഴിക്കും, ജിമ്മിലും പോവും, എല്ലാം കഴിക്കും. പക്ഷേ എൻ്റെ തന്തയും തള്ളയും ഇതുവരെ എനിക്ക് കഞ്ചാവോ ബ്രൗൺ ഷുഗറോ അതോ ഇതോ ഞാൻ അന്ന് യൂസ് ചെയ്തിട്ടില്ല, ഇന്നും യൂസ് ചെയ്തിട്ടില്ല. മറിച്ചാണെങ്കിൽ എൻ്റെ നാട്ടുകാരോട് ചോദിക്കുക. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും മലയാളികളാണ്. ഒരുപാട് പേര് ഭരിച്ചു, മാറി മാറി കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് എല്ലാവരും ഭരിക്കുന്നു. ഒന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ തേനും പാലും ഒന്നും ഒഴുകാൻ പോകുന്നില്ല. ഒരു രാമരാജ്യവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം കാശുള്ളവൻ്റെ നിയമം വേറെ, നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ നിയമം വേറെ.
പക്ഷേ എനിക്ക് അല്പമെങ്കിലും ഒരു പ്രതീക്ഷയുള്ളത് ബഹുമാനപ്പെട്ട എൻ്റെ മുഖ്യമന്ത്രിയോട് ഒരപേക്ഷയുണ്ട്. അങ്ങ് ഭരിക്കുമ്പോഴെങ്കിലും ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി തരണേ എന്ന് താഴ്മയായി ഞാൻ അപേക്ഷിച്ചു കൊള്ളുന്നു. വളരെ കഷ്ടമാണ് CMA, ഇത് വളരെ കഷ്ടമാണ്. അങ്ങെങ്കിലും ഭരിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. കയ്യേറ്റ ഭൂമി, ഈ ജാതി പ്രഹസനങ്ങൾ. ബൈ ബൈ.